ആ കണക്കിലായിരുന്നു പണ്ട് കോലി ബി സഖ്യം ഉണ്ടാക്കിയത്, വടകരയും ബേപ്പൂരും. കാരണം UDF നല്ല വോട്ടുണ്ട്, BJP വോട്ടുണ്ട്. രണ്ടും കൂടി ചേർന്നാൽ അവിടെ ഞങ്ങളെ പരാജയപ്പെടുത്തുക. എന്തായി അവസാനം? അവിടെ BJP-ക്കാരെ ജയിപ്പിച്ചു കൊടുക്കാന്നായിരുന്നല്ലോ കരാർ. പരസ്യമായി. RSS എന്ന സംഘടന പിണറായി വിജയൻ എന്ന CPIM നേതാവിനെ എങ്ങനെയാണ് കണ്ടത്? ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യാൻ ആഗ്രഹിച്ചത്? അത് പിണറായി വിജയൻ തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അതേസമയം കോൺഗ്രസിൻ്റെ നേതാക്കൾ, പ്രത്യേകിച്ച് കണ്ണൂരിൽ, എങ്ങനെയായിരുന്നു RSSനോട് പെരുമാറിയിരുന്നത്? എന്തായിരുന്നു RSSനോടുള്ള അവരുടെ നിലപാട്? കെ സുധാകരൻ തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും സൂചിപ്പിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത്. BJP CPM ഡീൽ എന്ന ആരോപണത്തെക്കുറിച്ച് കേൾക്കാം ആ വാക്കുകൾ. അത് ശുദ്ധ അസംബന്ധം പറയാൻ ഒരു മടിയും സതീശനും ഇല്ല എന്നുള്ളത് കാണിക്കുന്നതാണ്. 1977 അവിടുത്തെ സ്ഥിതി എന്തായിരുന്നു എന്ന് അന്വേഷിച്ച് നോക്കണം. ആരായിരുന്നു RSSനെതിരെ അവിടെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത്? ആ കാലത്താണല്ലോ ഇവരുടെ പ്രസിഡന്റ് പിന്നീട് പറഞ്ഞത്, വെളിപ്പെടുത്തിയത്. ഞാനായിരുന്നു RSS ശാഖക്ക് സംരക്ഷണം നൽകിയത്, അതിന് ആളുകളെ അയച്ചത് ഞാനായിരുന്നു, അത് മാർക്സിസ്റ്റുകാരിൽ നിന്ന് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ തന്നെ, ഇദ്ദേഹം എല്ലാം കൂടി പ്രസിഡന്റാക്കിയ ആളായിരുന്നല്ലോ. അതായിരുന്നു അന്നത്തെ കണ്ണൂരിൻ്റെ അവസ്ഥ. അവിടെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ എന്നെ RSS എങ്ങനെയാണ് കണ്ടിട്ടതെന്നും എല്ലാവർക്കും അറിയാം. ഞാനത് നേരത്തെ ചില ഘട്ടങ്ങളിൽ പറഞ്ഞതാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ വീണ്ടും അത് പറയേണ്ട കാര്യമില്ല. അവരുടെ ആക്രമണം ഏത് ഘട്ടത്തിലും വരാമെന്നുള്ള നില ഉണ്ടായിരുന്നു എന്നത് അന്ന് കണ്ണൂരിലുള്ള എല്ലാവർക്കും അറിയാം. അതിൽ ആക്രമണത്തിൻ്റെ ടാർഗറ്റായിട്ട് ഒന്ന് എന്നെ തന്നെയായിരുന്നു വെച്ചിരുന്നത്. അതായിരുന്നു കാലം. ഇപ്പോൾ കുറച്ച് ദശാബ്ദം കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് എന്ത് നുണയും അവതരിപ്പിക്കാം. നുണയാണല്ലോ ഇപ്പോൾ പ്രധാനമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് നുണയും പറയാം എന്ന നില വന്നു ചേരുന്നതാണ്. പക്ഷേ അല്ല, നിങ്ങൾ ഒരുപാട് ചോദ്യം ചോദിച്ചാൽ ശരിയാവില്ല. ഞാൻ പറഞ്ഞതിന് വല്ലാതെ വിഷമായെങ്കിൽ ഞാനിത് പറയാൻ പാടില്ലാതിരുന്നു വിചാരിക്കുന്നുണ്ടോ? എന്തോ കുറച്ച് വിഷമമുണ്ടായതുപോലെ ഉണ്ടല്ലോ. ഞാനുള്ള വസ്തുത പറയാം, ആ വസ്തുതയാണ് അവതരിപ്പിക്കുന്നത്. ഇവിടെ ആരാ RSSുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയില്ലേ? ഞാൻ വീണ്ടും അത് പറയാൻ നോക്കണം. എന്താ നിങ്ങളെപ്പോലുള്ളവർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? പഠിക്കാൻ തയ്യാറാകുന്നില്ലേ? അല്ല വേറെ എന്തെങ്കിലും വേണ്ടി പറയുകയാണ്? ഈ കാലം തന്നെ എടുത്തു നോക്ക്. ആരാണ് RSSുമായി ബന്ധപ്പെട്ടത്? അന്ന് സഖാവ് EMS നല്ല രീതിയിൽ കേരളത്തിൻ്റെ പൊതുവായ ജനസമ്മതനല്ലേ. പക്ഷേ EMSനെ പട്ടാമ്പിയിൽ തോൽപ്പിക്കാൻ ആരുമായിട്ടായിരുന്നു ബന്ധപ്പെട്ടത്? അതിനുവേണ്ടിയല്ലേ അവിടുത്തെ കോൺഗ്രസ് ബന്ധപ്പെട്ടതിന്റെ ഭാഗമായി ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു കൊടുത്തത്? പിൻവലിക്കുക മാത്രമാണോ? EMSനെതിരെ പ്രചരണം നടത്താൻ വേണ്ടി ആ കാലത്ത് ജനസംഘത്തിന്റെ അഖിലേന്ത്യാ നേതാവായ ദീനദയാൽ ഉപാധ്യായ വന്നില്ലേ? ഇതെല്ലാം ചരിത്രമല്ലേ. കുറച്ച് നാൾ കൂടി കഴിഞ്ഞ് പാലക്കാട് AKG അവിടെ മത്സരിക്കുന്നു പാർലമെന്റിലേക്ക്. എന്താ സംഭവിച്ചത്? അവിടെ കോൺഗ്രസിനും RSSനും എല്ലാം കൂടി ഒരു സ്ഥാനാർത്ഥി. നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? രണ്ടു കൂട്ടർക്കും ഒരു സ്ഥാനാർത്ഥി. ആരായിരുന്നു സ്ഥാനാർത്ഥി? കോൺഗ്രസ്സുകാരനായിരുന്നു, കോൺഗ്രസ് നേതാവായിരുന്നു, RSSന്റെ ജില്ലാ കാര്യമാണ്. ഇങ്ങനെ നാണം കെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തവര്, ഇതെല്ലാം ചെയ്ത് നമ്മുടെ നാടിന് മുന്നിൽ കാണിച്ചവര്, അക്കാലത്തും പിന്നീടും ഇക്കാലത്തും നാളെയും വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാടെടുക്കുന്ന ഞങ്ങൾക്കും ഇടതുപക്ഷത്തിനും LDFനുമെതിരെ പ്രചരണം നടത്തിയാൽ
ചെലവാകുന്ന കാര്യമാണ്. ഞങ്ങൾക്ക് ആ പണിയില്ല. ഞാൻ സാധാരണ പറയാറുള്ളൊരു വാചകം വീണ്ടും പറയുകയാണ്. ചില്ലറ വോട്ടിനും 4 സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന പതിവ് ഞങ്ങൾക്കില്ല. അതിലപ്പുറം ചെയ്തെന്താണ്? പാലക്കാട് ഉൾപ്പെടെ ഡീൽ നടന്നിട്ടുണ്ടെന്ന് അങ്ങ് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആ ഒരു ആരോപണം എത്രത്തോളം അത് മുന്നോട്ട് പോയിരുന്നതാണ് കരുതുന്നത്? അല്ല, ജനങ്ങളുടെ മുന്നിലല്ലേ കാര്യങ്ങൾ പറയുന്നത്. ജനങ്ങൾ ഇതൊക്കെ കാണുകയല്ലേ, ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ കാര്യങ്ങൾ. ജനങ്ങൾ അതിനനുസരിച്ച് നിലപാട് സ്വീകരിക്കുമല്ലോ. നമ്മൾ കാണേണ്ടത് രാഷ്ട്രീയത്തിൽ 2+2=4 എന്ന സാധാരണ കണക്ക് ശാസ്ത്രമല്ല. ആ കണക്കിലായിരുന്നു പണ്ട് കോലി സഖ്യം ഉണ്ടാക്കിയത്, വടകരയും ബേപ്പൂരും. കാരണം UDF-ന് നല്ല വോട്ടുണ്ട്, BJP-ക്കും വോട്ടുണ്ട്. രണ്ടും കൂടി ചേർന്നാൽ അവിടെ ഞങ്ങളെ പരാജയപ്പെടുത്തും. എന്തായി അവസാനം? അവിടെ BJP-ക്കാരെ ജയിപ്പിച്ചു കൊടുക്കാന്നായിരുന്നല്ലോ കരാർ. പരസ്യമായി, നാട്ടുകാരാകെ എതിരായി. അതിന്റെ ഭാഗമായി വടകര പാർലമെന്റ് സീറ്റിലും ബേപ്പൂർ അസംബ്ലി നിയോജകമണ്ഡലത്തിലും ഞങ്ങൾ നല്ല രീതിയിൽ ജയിച്ചു വന്നു. അപ്പം നാട്ടുകാരിതൊക്കെ വിലയിരുത്തുന്നുണ്ട്. നാടിനെയും ജനങ്ങളെയും നമ്മൾ വില കുറച്ച് കാണരുത്. അതാണ് എനിക്ക് പറയാൻ.